ശ്രുതി ജെൻസൺ ജീവിതത്തിൽ അനുഭവിച്ച വലിയ പരീക്ഷണഘട്ടങ്ങളുടെ കഥ എങ്ങനെയാണ് പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയുക? പിന്നെ അത് എങ്ങനെ ശ്രുതിക്ക് മറന്ന് ചിരിക്കാൻ കഴിയുന്നത്? എങ്ങനെ ശ്രുതിയുടെ ദുഃഖം നിറഞ്ഞ ചിരി കണ്ടിട്ടും അതും ദഹിക്കാത്ത ചില ആളുകളുണ്ട്. വയനാട്ടിലെ ചൂരൽമലയിലുണ്ടായ ഉരുൾപൊട്ടലിൽ കുടുംബം നഷ്ടപ്പെട്ട ശ്രുതിയെ ചേർത്ത് പിടിച്ച ജെൻസനും ഒരു അപകടത്തിൽ ഇല്ലാതായി. ഈ പെൺകുട്ടിക്ക് സംഭവിച്ച ഈ പ്രയാസം ഓരോ മലയാളി മനുഷ്യനെയുമാണ് നൊമ്പരപ്പെടുത്തിയത്. അതെങ്ങനെ ഇല്ലാതിരിക്കും? ചരിത്രത്തിൽ ഒരിക്കലും ഇങ്ങനെ ഒരു കഥ നമ്മൾ ആരും കേട്ടിട്ടില്ല. അതുകൊണ്ട് തന്നെ ശ്രുതി ഇനി തനിച്ചല്ല. നീ കേരളത്തിന്റെ പുത്രിയാണെന്ന് കേരളത്തിലെ ഓരോ മനുഷ്യരും പറഞ്ഞു. ശ്രുതി ജെൻസൺ പറയുന്നത് ഇങ്ങനെയാണ്: എൻ്റെ ഇച്ചായൻ മരണപ്പെട്ടു എന്നറിഞ്ഞപ്പോൾ ഇനി എനിക്ക് ജീവിതമില്ല എന്ന് കരുതിയതാണ് ഞാൻ. മരണത്തിലേക്ക് സ്വയം തന്നെ ചെന്നെത്താനായിരുന്നു എൻ്റെ ആഗ്രഹം. അതല്ലെങ്കിലും എന്തൊരു വിധിയാണിത്. താൻ 10 വർഷം ജീവന് തുല്യം പ്രണയിച്ച തൻ്റെ എല്ലാമെല്ലാമായ ജെൻസൺ അവസാന യാത്ര പോകുമ്പോഴും ഒന്ന് കെട്ടിപ്പിടിച്ച് കരയാൻ പോലും കഴിയാത്ത ദയനീയ അവസ്ഥ. ഹൃദയമുള്ള ഏതൊരു മനുഷ്യനാണ് ഈ കഥ കേട്ടു നിൽക്കാനായി കഴിയുക? ശ്രുതിയെ വേദനിപ്പിച്ച ചില വാർത്തകളെക്കുറിച്ചാണ് ശ്രുതി പറയുന്നത്. ജെൻസന്റെ അച്ഛനും അമ്മയും എന്നെ നോക്കുന്നില്ല, ഇനി എന്നെ സിദ്ദീഖിക്ക നോക്കും എന്നിങ്ങനെയുള്ള വ്യാജ വാർത്തകൾ തന്നെ വല്ലാതെ വേദനിപ്പിച്ചു എന്നാണ് ശ്രുതി ജെൻസൺ പറയുന്നത്. ഇനി എൻ്റെ ഇച്ചായൻ്റെ ഓർമ്മകളിൽ ജീവിക്കണം, എൻ്റെ ഇച്ചായൻ്റെ ബിസിനസ് മുന്നോട്ട് കൊണ്ടുപോകണം, തനിക്കും ഒരു ജോലി വേണം എന്നുള്ള ശ്രുതിയുടെ ആഗ്രഹങ്ങളെല്ലാം നമ്മൾ അറിഞ്ഞു. കൂടാതെ ശ്രുതിയുടെ വീടിൻ്റെ പ്ലാൻ കണ്ട വേളയിൽ ശ്രുതി ചിരിച്ചത് ചില ആളുകൾക്ക് അത്ര ദഹിച്ചില്ല. എങ്ങനെയാണോ കുടുംബത്തിലെ 9 പേരെ നഷ്ടപ്പെട്ടിട്ടും കൂടാതെ ജീവന് തുല്യം താൻ പ്രണയിച്ച ജെൻസനും ഇല്ലാതായിട്ടും ഇങ്ങനെ പെട്ടെന്ന് അതെല്ലാം മറന്ന് ചിരിക്കാൻ എങ്ങനെ കഴിഞ്ഞു? ഇങ്ങനെയൊക്കെയാണ് ചിലർ കമൻ്റ് ഇടുന്നത്. പിന്നെ ശ്രുതി എന്നും കരഞ്ഞിരിക്കുന്നതാണോ ഇവർ എല്ലാം ഇഷ്ടപ്പെടുന്നത്? ശ്രുതി കരയുമ്പോൾ എങ്ങനെയായിരുന്നു മാനസികാവസ്ഥ ഉണ്ടായിരുന്നത്? പുറമേ ചിരിച്ചെങ്കിലും ഉള്ളിൽ 1000 വട്ടം കരയുന്നുണ്ടാവും പാവം. ആളുകൾക്ക് മുമ്പിലും ക്യാമറയ്ക്ക് മുമ്പിലൊക്കെ ചിരിക്കാൻ ശ്രമിക്കുന്നതാണ് അവൾ. അവളൊരു കരുത്തയായ സ്ത്രീ തന്നെയാണ്. എത്ര കരുത്തുണ്ടെന്ന് പറഞ്ഞാലും ഒറ്റയ്ക്കിരിക്കുന്ന സമയത്ത് അവളിലേക്ക് പല കാര്യങ്ങളും ഓടിയെത്തും. അവളുടെ ഉറ്റവരുടെയും ഉടയവരുടെയും ജെൻസന്റെയുമൊക്കെ മുഖം അവളെ തേടിയെത്തും. ആ സമയങ്ങളിൽ അവൾ അനുഭവിക്കുന്ന നെഞ്ചുപിടയുന്ന വേദന ഒരാൾക്കും മനസ്സിലാവില്ല. ശ്രുതിയുടെ ദുഃഖം അറിഞ്ഞപ്പോഴും നിങ്ങൾക്കൊന്നും ഒരു വിഷവും ഉണ്ടായിട്ടില്ല എന്നാണ് മനസ്സിലാക്കുന്നത്. അത് എന്തുകൊണ്ടെന്നാൽ ശ്രുതിയുടെ ഈ ചിരി ശ്രുതിയുടെ ദുഃഖങ്ങൾ അറിഞ്ഞ ഓരോ മനുഷ്യനും മനസ്സിന് വലിയ ആശ്വാസം നൽകി. അപ്പോഴും ഇത്തരത്തിൽ വിമർശനവുമായി വരുന്നവർക്ക് അത് അത്രയങ്ങ് ദഹിക്കാത്തത് എന്തുകൊണ്ടാണ്? നിങ്ങൾക്ക് മനസ്സിൽ കനിവിൻ്റെ ഒരംശം ഇല്ല എന്നല്ലേ അത് അർത്ഥമാക്കുന്നത്? ശ്രുതി ഇനി എന്നും പുഞ്ചിരിക്കട്ടെ. തൻ്റെ വിഷമങ്ങൾ മറന്ന് ജീവിതത്തിൽ വലിയ സന്തോഷത്തിൽ എത്തിച്ചേരാൻ ഈ പൊന്നു സഹോദരിക്കെന്നും ദൈവം വിധി നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കാനല്ലാതെ മറ്റെന്താണ് ഈ മുഖം കാണുമ്പോൾ പറയാൻ കഴിയുക? ശ്രുതി, നീ എന്നും പുഞ്ചിരിയോടെ നന്നായിരിക്കണം എന്നാണ് മലയാളികൾ ആഗ്രഹിക്കുന്നത്.